ആരാ ഏട്ടാ വിളിക്കുന്നേ? സത്യൻ രഘുവിന്റെ അടുത്തേക്ക് വന്നു. കാളിയാർ മനയ്ക്കൽ നിന്നാ. ഹലോ, എന്താ സഹദേവാ? എന്ത്? എന്താ പറ്റിയത്? ഏത് ഹോസ്പിറ്റലിലാ? ശരി, വരാം. എന്താ? സത്യൻ ചോദിച്ചു. എന്താ രഘുവേട്ടാ? സുമയും എല്ലാവരും മുറ്റത്തേക്കിറങ്ങി. എന്താ അമ്മാവാ മിണ്ടാത്തെ? ആരാ ഹോസ്പിറ്റലിൽ? കാശി ചോദിച്ചു. ശ്രീ രഘു പറയാൻ മടിച്ചു. എന്താ ശ്രീയേട്ടന്? എന്താ അച്ഛാ? പറയേ. രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീക്ക് ഒരു ആക്സിഡന്റ്, ഹോസ്പിറ്റലിലാണ്. ആക്സിഡന്റോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് കാണണം അച്ഛാ, എനിക്ക് ശ്രീയേട്ടനെ കാണണം. രാധിക കരഞ്ഞു. എനിക്ക് കാണണം അച്ഛാ. ആ മോളെ പോവാം. ശ്രീക്കിപ്പോ രഘു സഹദേവനോട് ചോദിച്ചു. അവന് കുഴപ്പമൊന്നുമില്ല രഘു, ഞാൻ പറഞ്ഞതല്ലേ, എല്ലാവരെയും കൂട്ടി എന്തിനാ വന്നത്? ഒന്നുമില്ല മോളെ, അവന് നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്. കൈയുടെ അവിടെ ഇവിടെയായി ഇത്തിരി തൊലി പോയിട്ടുണ്ട്, വേറൊന്നുമില്ല. രാജൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാധികയോട് പറഞ്ഞു. എനിക്ക് കാണണം. രാധിക പറഞ്ഞു. എനിക്ക് ശ്രീയേട്ടനെ കാണണം. എന്താ എല്ലാവരും കൂടി? റൂമിലേക്ക് ചെന്നവരെ കണ്ട് ശ്രീ ചോദിച്ചു. സഹദേവേട്ടൻ വിളിച്ചപ്പോ ഒന്നും നോക്കിയില്ല, ഇങ്ങു പോന്നു. സത്യൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞതാ വലിയിടത്ത് അറിയിക്കണ്ടെന്ന്. ഈ അച്ഛന്റെ ഒരു കാര്യം. ശ്രീ എഴുന്നേറ്റിരുന്നു. നീയും പോന്നോ? ശ്രീ രാധികയെ കണ്ടപ്പോൾ പറഞ്ഞു. പിന്നെ എന്ത് കരച്ചിലായിരുന്നു ഇവിടെ എത്തുന്നവരെ? കാശി കളിയാക്കി. അതിനു മാത്രം ഒന്നുമില്ല, നെറ്റിയിൽ ഒരു ചെറിയ മുറിവ്, പിന്നെ കയ്യിലും കാലിലും കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട്, അത്രയുള്ളൂ. ശ്രീ പറഞ്ഞു. അത്രേ ഉള്ളല്ലേ? പിന്നെ എന്തിനാ നെറ്റിയിൽ വലിയ കെട്ട്? രാധിക ചോദിച്ചു. എനിക്കിത് ഇത്രേ ഉള്ളൂ. ഒരു ദിവസം 3-4 തവണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന എനിക്കിതൊക്കെ ചെറുതുതന്നെയാ. ശ്രീ ചിരിച്ചു. എന്താ ഉണ്ടായത് ശ്രീ? കാശി ചോദിച്ചു. അറിയില്ലടാ, എന്തോ ഒന്ന് കാറിന് മുന്നിലേക്ക് വന്നത് മാത്രം ഓർമ്മയുണ്ട്. ശ്രീ പറഞ്ഞു. എന്താ ഇവിടെ? സ്കാനിംഗ് റിപ്പോർട്ടുമായി വന്ന നേഴ്സ് ചോദിച്ചു. ഇത്ര പേരിവിടെ നിൽക്കണ്ട, രാധിക ഒഴികെ എല്ലാവരും പുറത്തേക്ക് പോകൂ. ശ്രീ നേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങി തുറന്നു നോക്കി. എന്താ ശ്രീയേട്ട റിപ്പോർട്ടിൽ? ഒന്നുമില്ല, ഒരു പോറൽ പോലും ഇല്ല. ശ്രീ പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ വന്നു. സ്കാനിങ്ങിൽ പ്രശ്നമൊന്നുമില്ല ഡോക്ടർ ശ്രീനാഥ്, താങ്കൾക്ക് പോകാം. ഡോക്ടർ പറഞ്ഞു. ആൻഡ് വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക്സ് ഡോക്ടർ. ശ്രീ പറഞ്ഞു. സോറി, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു. ഡോക്ടർ, ഇത് രാധിക, എൻ്റെ ഫിനാൻസി. ഓ, അപ്പോൾ ബോത്ത് ഓഫ് യു എന്ന് പറയണം. ഡോക്ടർ ചിരിച്ചു. ഡോക്ടർ പുറത്തേക്ക് പോയി. നമുക്ക് പോകാം, ശ്രീ പറഞ്ഞു. വേദനയുണ്ടോ ശ്രീയേട്ടാ? പിന്നല്ലാതെ, ഡോക്ടറാണെങ്കിലും നമ്മൾ മനുഷ്യജീവിയാണ്. രാധിക ശ്രീയെ നോക്കി. ശ്രീയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ശ്രീ രാധികയെ നോക്കി. വേദന വേഗം മാറാനാ. രാധിക ഡോർ തുറന്ന് ഓടിപ്പോയി. വേദനയുണ്ടോ ശ്രീയേട്ടാ? ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, ബൈക്കിന്ന് വീണ് കൈയൊടിഞ്ഞ നല്ല സുഖല്ലേ? ശ്രീ ഗൗരിയുടെ കയ്യിൽ ചുംബിച്ചു. വേദന വേഗം മാറാനാ. ഗൗരി ചിരിച്ചു. ശ്രീ കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. കട്ടിലിന്റെ ഒരറ്റത്ത് ശ്രീക്കായുള്ള വിവാഹവസ്ത്രം വെച്ചിരുന്നു. ശ്രീ അത് നോക്കി. ശ്രീ തന്റെ അലമാര തുറന്നു. ചന്ദനത്തിന്റെ മണം പുറത്തേക്ക് വന്നു. അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന തുണികളിലൂടെ ശ്രീ വിരലോടിച്ചു. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഗൗരി. വരൻ ഞാൻ, വധു എൻ്റെ ഗൗരി. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതം, കുഞ്ഞുങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ. അതെല്ലാം ബാക്കിയാക്കി എന്നെ മാത്രം ഒറ്റയ്ക്കാക്കി പോയില്ലേ നീ? ഇന്ന് നിന്റെ സ്ഥാനത്തേക്കല്ല, നിന്റെ സ്ഥാനത്തേക്കല്ല. നിന്റെ സ്ഥാനം ഒരാൾക്കും കൊടുക്കില്ല ഞാൻ. നീ ആഗ്രഹിച്ചിരുന്ന സ്ഥാനത്തേക്ക് മറ്റൊരു പെൺകുട്ടി വരുക. എനിക്കറിയില്ല എൻ്റെ ഗൗരി, ഞാൻ ഇനി
എന്തൊക്കെ നടക്കുമെന്ന്. നീ നീ എൻ്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും. നമ്മുടെ വിവാഹം എങ്ങനെയാകും ഗൗരി? നമ്മുടെ ഭഗവതി നടയിൽ വെച്ച് വേണം കല്യാണം. ശ്രീയേട്ടൻ വെള്ള ഷർട്ടും സ്വർണ്ണക്കരമുണ്ടും. ഞാൻ പിങ്ക് കളർ സാരിയാകും. സ്വർണമൊക്കെ കുറച്ചേ കാണൂട്ടോ. മുടിയൊക്കെ വട്ടക്കെട്ട് കെട്ടി മുല്ലപ്പൂ ചുറ്റിവെച്ച് സുന്ദരി കുട്ടിയായിട്ട് വരും. അപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാകും? ശ്രീ കള്ളച്ചിരിയോടെ ചോദിച്ചു. അയ്യടാ വഷളൻ, എപ്പോഴും ഇതന്നെ ഉള്ളൂ. ഗൗരി ശ്രീയെ നുള്ളി. ശ്രീകുട്ടാ, ശ്രീകുട്ടാ. ശ്രീജ വാതിലിൽ തട്ടി. നീ എഴുന്നേറ്റില്ലേ? നേരെ ഒരുപാടായി. മുഹൂർത്തം തെറ്റൂല്ലോ എന്റെ ഭഗവതി. ദാ വരുന്നമ്മേ. ശ്രീ വാതിൽ തുറന്നു. നീ കുളിച്ചോ മോനെ? വേഗം ഡ്രസ്സിട്ട് വാ, ദക്ഷിണ കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ. നിന്നെ കാത്തിരിക്കുക എല്ലാവരും, ശ്രീജ പറഞ്ഞു. ആ അമ്മേ, ഇപ്പൊ വരാം. ശ്രീ വിവാഹവസ്ത്രം ധരിച്ച് താഴേക്ക് പോന്നു. പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു. നാഗരാജാവിന്റെ മുറിയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അകത്ത് 5 നാഗങ്ങളും പത്തി വിടർത്തി ശ്രീയെ അനുഗ്രഹിച്ചു. എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി. ശ്രീ, ടെൻഷനുണ്ടോ നിനക്ക്? അരുൺ ശ്രീയെ തട്ടി. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതിന്റെ ഒരു ടെൻഷനുണ്ട്, ശ്രീ പറഞ്ഞു. ഓ തമാശ. നീ കണ്ടുപഠിച്ചോ, ആവശ്യം വരൂ അളിയാ, ശ്രീ പറഞ്ഞു. അരുൺ ചിരിച്ചു. ഇവരെന്താ കാണാത്തെ? ആ വരുന്നുണ്ട്. രാധിക കാറിൽ നിന്നിറങ്ങി. ലൈറ്റ് പിങ്ക് കളറുള്ള പട്ടുസാരിയായിരുന്നു രാധികയുടേത്. മുടി വട്ടത്തിൽ കെട്ടിവെച്ച് മുല്ലപ്പൂക്കൾ ചുറ്റിയിരുന്നു. ആഭരണങ്ങൾ കൊണ്ട് മൂടിയിരുന്നു രാധികയെ. രാധിക ശ്രീയെ നോക്കി ചിരിച്ചു. ശ്രീയും. രണ്ടാളും തൊഴുതിട്ട് വരിക, കെട്ടുകഴിഞ്ഞാ തൊഴാൻ പറ്റില്ല, തിരുമേനി പറഞ്ഞു. ശ്രീയും രാധികയും ഭഗവതിയെ തൊഴുത് പുറത്തേക്കിറങ്ങി. അതെ, മുഹൂർത്തം കഴിയാറായി, വേഗം ചടങ്ങ് നടത്താം, രഘു പറഞ്ഞു. തിരുമേനി പൂജിച്ചു കൊണ്ടുവന്ന താലി ശ്രീ രാധികയ്ക്ക് നേരെ ഉയർത്തി. രാധിക കണ്ണുകൾ അടച്ച് കൈകൂപ്പി നിന്നു. ഗൗരി, ശ്രീ മനസ്സിൽ വിളിച്ചു. വേഗം കെട്ട് ശ്രീയേട്ടാ, എന്നെ മുഷിപ്പിക്കാതെ, ഗൗരി പറഞ്ഞു. കെട്ടിമേളത്തിന്റെ അകമ്പടിയിൽ ശ്രീ രാധികയുടെ കഴുത്തിൽ താലി ചാർത്തി. ശ്രീജ നീട്ടിയ സിന്ദൂരച്ചെപ്പിൽ നിന്ന് ശ്രീ ഒരുന്നുള്ള സിന്ദൂരമെടുത്ത് രാധികയുടെ സീമന്തരേഖയിൽ തൊട്ടുകൊടുത്തു. രാധിക കണ്ണു തുറന്നു ശ്രീയെ നോക്കി. രാധികയുടെ കണ്ണു നിറഞ്ഞിരുന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അന്നു രാത്രി ശ്രീനാഥും രാധികയും ചടങ്ങനുസരിച്ച് വെള്ളിയടത്തായിരുന്നു. മോളെ, ഇതാ പാല്, സുമലത രാധികയുടെ കയ്യിൽ കൊടുത്തു. താങ്ക്സ് അപ്പേ, ഇന്നാണെങ്കിൽ ഒന്നും നേരെ കഴിക്കാൻ പറ്റിയിട്ടില്ല, ഫോട്ടോസ് എടുപ്പൊക്കെയായിട്ട്. ഇപ്പോഴും ഗസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും കഴിക്കാനും പറ്റിയില്ല, നല്ല വിശപ്പുണ്ട്. രാധിക പാൽ ഗ്ലാസ് വായിലേക്ക് കൊണ്ടുപോയതും നന്ദിനി വന്ന് രാധികയുടെ കൈ പിടിച്ചു. എന്താ കുട്ടിയമ്മേ? എടി, ഇത് നിനക്ക് ഒറ്റയ്ക്ക് കുടിക്കാനുള്ളതല്ല, ഇതുമായി റൂമിൽ പോ, നന്ദിനി പറഞ്ഞു. ഓ, ഇതെന്റെ ഫസ്റ്റ് നൈറ്റിനുള്ളതല്ലേ? രാധിക പറഞ്ഞു. ഇവളുടെ നാവ്. സുമ രാധികയുടെ ചെവിക്ക് പിടിച്ചു. എന്താ സന്തോഷം അല്ലേ സുമേ? ജയ വന്നു പറഞ്ഞു. എത്ര നിരാഹാരം കടന്നു ശ്രീക്ക് വേണ്ടി, ഇപ്പോ കണ്ടില്ലേ അവളുടെ മുഖം? രാധിക ചിരിച്ചു. മതി സംസാരിച്ചു നിന്നത്, മോള് ചെല്ല്, സുമ പറഞ്ഞു. നന്ദിനി, നീ ഇവളെ റൂമിലാക്കി പോര്. ഗുഡ് നൈറ്റ് അപ്പേ. രാധിക റൂമിലേക്ക് ചെല്ലുമ്പോൾ ശ്രീ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ശ്രീ ഫോൺ മേശമേൽ വെച്ചു. ആരാ ശ്രീയേട്ടാ? ഒരു ഫ്രണ്ടാണ്, വിവാഹത്തിന് വരാൻ പറ്റിയില്ലവന്, അപ്പോ വിഷസ് പറയാൻ വിളിച്ചതാ. പാല്, രാധിക പറഞ്ഞു. അവിടെ വെച്ചേക്ക്. ശ്രീ കട്ടിലിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. പുറത്ത് ശ്രീയെ തന്നെ നോക്കുന്ന 2 കണ്ണുകൾ ശ്രീ കണ്ടു. എന്താ ശ്രീയേട്ടാ? ഈ ജനലുകൾ അടയ്ക്കാറില്ലേ? ശ്രീ ചോദിച്ചു. ഉണ്ടല്ലോ, ഞാൻ അടയ്ക്കാം. വേണ്ട, ശ്രീ തടഞ്ഞു. ഞാൻ അടച്ചോളാം. ശ്രീ എഴുന്നേറ്റ് ജനലടച്ച് കട്ടിലിൽ വന്നിരുന്നു. ഉറക്കം വരുന്നുണ്ടോ? ശ്രീ രാധികയോട് ചോദിച്ചു. ഇല്ല, രാധിക പറഞ്ഞു. എനിക്ക് നല്ല തലവേദനയുണ്ട്, ഈ മുറിവിന്റെ ആണെന്ന് തോന്നുന്നു. ശ്രീ കള്ളം പറഞ്ഞു. ശ്രീയേട്ടൻ കിടന്നോ? രാധിക എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു. മുറിയിലാകെ ഇരുട്ട് നിറഞ്ഞു. രാധിക ശ്രീയുടെ അടുത്ത് കിടന്നു. എന്താ ശ്രീയേട്ടൻ എന്നോട് സംസാരിക്കാത്തത്? എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഇനി? രാധിക ഓരോന്നാലോചിച്ച് കിടന്നു. രാധു, ശ്രീ വിളിച്ചു. ഉറങ്ങിയില്ലേ? ശ്രീ ചോദിച്ചു. ഇല്ല, ഉറക്കം വരുന്നില്ല, രാധിക പറഞ്ഞു.
നീ കരയാണോ? അല്ലല്ലോ ശ്രീയേട്ടാ, എന്തേ? അങ്ങനെ തോന്നി. ശ്രീ രാധികയുടെ കൈയിന്മേൽ കൈവച്ചു. രാധിക ശ്രീയുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. കാശി, കാശി! ശങ്കരൻ വിളിച്ചു. എന്താ മുത്തച്ഛ? കാശി ഓടി വന്നു. മുത്തച്ഛന്റെ നെഞ്ചിലൊരു കൊളുത്തിപ്പിടുത്തം. എന്താ അച്ഛാ? എല്ലാവരും ഓടി വന്നു. മുത്തച്ഛന് നെഞ്ചു വേദനിക്കുന്നുണ്ട്, കാശി പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. സത്യ, നീ കാറെടുക്ക്, രഘു പറഞ്ഞു. വേണ്ട, ശ്രീമോനെ വിളിച്ചാ മതി, ശങ്കരൻ പറഞ്ഞു. അവരെ വിളിക്കണ്ട, അവര് കിടന്നു. ഇന്ന് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതൊന്നും വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, സുമ പറഞ്ഞു. വേണ്ട, ശ്രീമോനെ വിളിച്ചാ മതി, ശങ്കരൻ പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ലേ അച്ഛാ, കുട്ടികൾ കിടന്നോട്ടെ, വിളിക്കണ്ട. രഘുവേട്ടാ, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. സുമ ശങ്കരനെ ദേഷ്യത്തോടെ നോക്കി. രഘുവും സത്യനും കാശിയും ശങ്കരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സുമ അകത്തളത്തിലിരുന്നു. ഇല്ല അച്ഛാ, അച്ഛന്റെയും കാശിയുടെയും പ്ലാൻ ഞാൻ നടത്തില്ല. എന്റെ കുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊന്നും അറിയാതെ ശ്രീയും രാധികയും ഉറക്കമായിരുന്നു. രാധിക ഉറക്കമുണർന്നു. ശ്രീ നല്ല ഉറക്കമായിരുന്നു. രാധിക എഴുന്നേറ്റ് കുളിച്ചു വന്നു. രാധിക ശ്രീയെ ഉണർത്താൻ നിൽക്കാതെ താഴേക്ക് ചെന്നു. എന്താ കാലത്ത് തന്നെ? നീ ഇത്ര നേരത്തെ എഴുന്നേൽക്കാനൊക്കെ തുടങ്ങിയോ? സുമ ചോദിച്ചു. ശ്രീയോ? ഉറക്കവാ, നെറ്റിയിലെ മുറിവ് വേദനയുണ്ടെന്ന് പറഞ്ഞു, നല്ല ഉറക്കവാ, രാധിക പറഞ്ഞു. ഇന്നലെ മുത്തശ്ശന് വയ്യാതായി, നന്ദിനി പറഞ്ഞു. അയ്യോ, ഞാനറിഞ്ഞില്ല, എന്താ ഉണ്ടായത്? ഒന്നുമില്ല, ഇന്നലെ കുറെ ഓടി നടന്നതല്ലേ, നേരത്തും കാലത്തും ഒന്നും കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഗ്യാസ് നിറഞ്ഞ് നെഞ്ചൊന്ന് കൊളുത്തിപ്പിടിച്ചു, അതാ, നന്ദിനി പറഞ്ഞു. രാത്രി തന്നെ കൊണ്ടുവന്നു മോളെ. ശ്രീയേട്ടൻ എഴുന്നേറ്റിട്ട് പോകാം, മുത്തശ്ശൻ ഉറങ്ങിക്കോട്ടെ, രാധിക പറഞ്ഞു. രാധു, നിന്റെ ആവശ്യ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ? ബുക്സ് എല്ലാം? ഇന്ന് മനക്കിലേക്ക് പോകാനുള്ളതാ, ജയ പറഞ്ഞു. രാധികയുടെ മുഖം വാടി. അയ്യേ, അപ്പോഴേക്കും വാടിയോ മുഖം? ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാ മോളെ. അപ്പ തന്നെ കണ്ടില്ലേ, അങ്കിളിന് മുംബൈയിലല്ലേ ബിസിനസ്, അപ്പ കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്ന് പോയതാ മുംബൈക്ക്, സുമ പറഞ്ഞു. സത്യം പറഞ്ഞാ രാധുവിന് ഭാഗ്യമാ, അടുത്തല്ലേ, നന്ദിനി പറഞ്ഞു. എപ്പോ വേണമെങ്കിലും വരാം. മോളെ, ഈ ചായ ശ്രീക്ക് കൊണ്ടുപോയി കൊടുക്ക്. ജയ മഗ്ഗെടുത്ത് രാധികയുടെ കയ്യിൽ കൊടുത്തു. രാധിക റൂമിൽ ചെല്ലുമ്പോൾ ശ്രീ കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു. എഴുന്നേറ്റോ? എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞു. എന്റെ ഡ്രസ്സെല്ലാം ഏതിലാ? ശ്രീ ചോദിച്ചു. ദാ, ഈ ചായ കുടിക്ക്, ഞാൻ എടുത്തു തരാം. രാധിക ചായ ശ്രീയുടെ കയ്യിൽ കൊടുത്ത് അലമാര തുറന്നു. ഇന്നലെ മുത്തച്ഛന് വയ്യാതായി, നെഞ്ചുവേദന, ശ്രീയുടെ ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ രാധിക പറഞ്ഞു. എന്നിട്ട് നമ്മളെ ആരും വിളിച്ചില്ലല്ലോ? ഇല്ല, ശ്രീയേട്ടൻ ആ ചായ കുടിച്ച് ഡ്രസ്സ് മാറ്റ്, നമുക്ക് മുത്തച്ഛന്റെ റൂമിൽ പോകാം. ശ്രീ ഡ്രസ്സ് മാറ്റി. ശ്രീയും രാധികയും കൂടി ശങ്കരന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. എന്താ അച്ഛാ, ഞങ്ങളെ ഒന്നും അറിയിക്കാതിരുന്നേ? ശ്രീ രഘുവിനോട് ചോദിച്ചു. അതു മോനെ, ഇന്നലെ നിങ്ങൾ കിടന്നിരുന്നു, അതാ, രഘു പറഞ്ഞു. ഇപ്പോ എങ്ങനെയുണ്ട് മുത്തച്ഛ? രാധിക ചോദിച്ചു. കുഴപ്പമില്ല മോളെ, കുറവുണ്ട്, മോനിരിക്ക്, ശങ്കരൻ പറഞ്ഞു. ശ്രീ ശങ്കരന്റെ കട്ടിലിനടുത്ത് അലമാരയോട് ചേർത്തിട്ട കസേരയിലിരുന്നു. കസേരയിലിരുന്നപ്പോൾ അലമാരയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് പോലെ ശ്രീക്ക് തോന്നി. ഡോക്ടർ എന്താ പറഞ്ഞത്? ശ്രീ ചോദിച്ചു. ഗ്യാസിന്റെ അളിയാ, കാശി പറഞ്ഞു. ECG എടുത്തോ? ശ്രീ ചോദിച്ചു. ഒന്നുമില്ലേലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു. ഒരു റൂമിനപ്പുറത്ത് ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ടായിട്ട് എന്നെ ഒന്ന് വിളിക്കായിരുന്നു. അതോ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? ശ്രീ പറഞ്ഞു. മോനെ, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മോൻ അങ്ങനെയൊന്നും കരുതല്ലേ. ഞാനാ പറഞ്ഞേ, ഇന്നലെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഇടയ്ക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല, സുമ പറഞ്ഞു. കാശി ECG റിപ്പോർട്ട് ശ്രീയുടെ കയ്യിൽ കൊടുത്തു. ചെറിയൊരു വേരിയേഷനുണ്ട്, കാര്യാക്കണ്ട, ഗ്യാസ് നെഞ്ചിൽ തങ്ങിയതാ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എവിടെ? കാശി പ്രിസ്ക്രിപ്ഷൻ ശ്രീയുടെ കയ്യിൽ കൊടുത്തു. ഡ്യൂട്ടി ഡോക്ടറെയാ കാണിച്ചേ. രാധു, ഒരു പെന്നെടുത്തേ, ശ്രീ പറഞ്ഞു. രാധിക പേന എടുത്തു കൊടുത്തു. ഈ മുകളിലെ ടാബ്ലറ്റ് വേണ്ട, ശ്രീ മറ്റൊരു മരുന്ന് എഴുതി. ശ്രീ സുമയെ നോക്കി. സുമ ശ്രീയെ നിസ്സഹാവസ്ഥയിൽ നോക്കി. ശ്രീ കസേരയിലേക്ക് ചാരിയിരുന്നു. അപ്പോഴും
അലമാരയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് പോലെ ശ്രീക്ക് തോന്നി. ഉച്ചയ്ക്ക് ശേഷം ഭാനുവും ദാസനും വലിയടത്ത് പോയി ശ്രീയെയും രാധികയെയും കൂട്ടിക്കൊണ്ടുവന്നു. ശ്രീ റൂം തുറന്നപ്പോൾ ആരൊക്കെയോ കയറിയിറങ്ങിയ പോലെ ശ്രീക്ക് തോന്നി. രാധു, ആ ഷെൽഫിൽ വെച്ചേക്ക് നിന്റെ ഡ്രസ്സെല്ലാം, ശ്രീ പറഞ്ഞു. അപ്പോ ഈ ഷെൽഫിലെന്താ? രാധിക ഗൗരിയുടെ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഷെൽഫിലേക്ക് ചൂണ്ടിക്കാട്ടി. നിന്നോട് പറഞ്ഞത് ചെയ്താ മതി, ശ്രീ പറഞ്ഞു. രാധിക ബാഗ് തുറന്ന് ഡ്രസ്സെല്ലാം ഷെൽഫിൽ വെച്ചു. മോളെ, ശ്രീജ രാധികയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നു. ദാ വരുന്നമ്മേ. രാധിക താഴേക്ക് പോയി. ശ്രീ ഗൗരിയുടെ ഷെൽഫ് തുറന്നതും അത് കാലിയായിരുന്നു. ശ്രീക്ക് ദേഷ്യം ഇരച്ചു കയറി. അമ്മേ! ശ്രീ അലറി. താഴെ ഉണ്ടായിരുന്ന രാധികയടക്കമുള്ളവർ ശ്രീയുടെ വിളിയിൽ ഞെട്ടി. ശ്രീ കോണിപ്പടികൾ ചാടിയിറങ്ങി വന്നു. രാധിക സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അമ്മേ! എന്താ ശ്രീകുട്ടാ? ശ്രീജ ഭയത്തോടെ പറഞ്ഞു. ആ ഷെൽഫിലുള്ളതെല്ലാം എവിടെ? ശ്രീ ചോദിച്ചു. മോനെ, അതൊക്കെ അവിടുന്ന് മാറ്റി. ആരോട് ചോദിച്ചിട്ട്? എന്റെ റൂമിൽ നിന്ന് അതൊക്കെ ആരോട് ചോദിച്ചിട്ടാ മാറ്റിയെന്ന്? രാധിക ഭയത്തോടെ ഭാനുവിന്റെ കൈ പിടിച്ചു. ശ്രീകുട്ട, ഇനി അതൊക്കെ എന്തിനാ അവിടെ? ഇപ്പൊ രാധികയില്ലേ? ഇനി ഗൗരിയുടെ ഓരോ ഓർമ്മകളും അവിടെ വേണ്ട, ഭാനു പറഞ്ഞു. അത് തീരുമാനിക്കുന്നത് അപ്പയല്ല, ഞാനാ. ഗൗരിയെ എവിടെ നിർത്തണം, രാധികയെ എവിടെ നിർത്തണം എന്നെനിക്കറിയാം. അവിടുന്ന് എടുത്തു മാറ്റിയത് അതുപോലെ അവിടെ വേണം. ഇല്ലെങ്കിൽ ശ്രീയെ അറിയാലോ എല്ലാവർക്കും. മോനെ, നീ എന്താ ഇങ്ങനെ? രാധിക നിന്റെ ഭാര്യയാണ്. ഗൗരിയാണെങ്കിൽ... ശ്രീജ ശ്രീയുടെ നോട്ടത്തിന് മുന്നിൽ വാക്കുകൾ ചുരുക്കി. ആര് വന്നാലും പോയാലും ഗൗരിയുടെ സ്ഥാനം അവിടെ തന്നെ ഉണ്ടാകും, ശ്രീനാഥ് പറഞ്ഞു. രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോ ഞാൻ... രാധിക തല താഴ്ത്തി നിന്നു. അതല്ല എവിടെ? എന്റെ ഗൗരിയുടെ സാധനങ്ങളെല്ലാം എവിടെയെന്ന്? പത്തായപ്പുരയിലുണ്ട്, യമന പറഞ്ഞു. പത്തായപ്പുരയിലോ? ശ്രീ ദേഷ്യത്തോടെ പത്തായപ്പുരയിലേക്ക് നടന്നു. ശ്രീ അതെല്ലാം എടുത്ത് മുറിയിൽ കൊണ്ടുചെന്ന് വൃത്തിയാക്കി വെച്ചു. ഇനി അതിൽ ആരെങ്കിലും തൊട്ടാൽ നിന്നോടുകൂടെയാ, ശ്രീ രാധികയെ നോക്കി പറഞ്ഞു. ശ്രീ പുറത്തേക്കിറങ്ങിപ്പോയി. മോള് കരയാണോ? ശ്രീജ രാധികയുടെ കണ്ണുകൾ തുടച്ചു. രാധു, ശ്രീയെ നിനക്കിപ്പോഴും മനസ്സിലാക്കാത്തതുകൊണ്ടാ. എല്ലാം ശരിയാവും, ദീപ പറഞ്ഞു. ഒന്ന് മനസ്സിലായി ദീപേച്ചി, ശ്രീയേട്ടന്റെ മനസ്സിൽ എനിക്ക് 2ാം സ്ഥാനമാണെന്ന്. ഇപ്പോഴും ഗൗരിയാണ് മനസ്സിൽ. രാധിക കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. എന്താ ഇവനിങ്ങനെ? ആ കുട്ടി വന്നു കയറിയതല്ലേ ഉള്ളൂ, അത് കേൾക്കെ ഇങ്ങനെയൊക്കെ പറയണോ? ഏതു പെണ്ണാ ഇതൊക്കെ കേട്ടാൽ ക്ഷമിക്കുക? ഭാനുമതി പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല എന്റെ ഭഗവതി. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. നമുക്കറിയാവുന്നതല്ലേ ശ്രീകുട്ടനെ. അവൻ അതൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നും മാറ്റേണ്ടിയിരുന്നില്ല, യമുന പറഞ്ഞു. ശ്രീ കുളത്തിനടുത്തേക്ക് പോയിരുന്നു. എന്താ ശ്രീയേട്ടാ നിങ്ങൾ രാധികയോട് പറഞ്ഞത്? എന്തു പറഞ്ഞെന്നാ? നീ കണ്ടില്ലേ അവരൊക്കെ ചെയ്തത്? കണ്ടു. അതിലെന്താ തെറ്റ്? ഞാനൊരു തെറ്റും കാണുന്നില്ല. അവർ ചെയ്തത് ശരിയാ. ഇനി ഞാനല്ല, രാധികയാ ശ്രീയേട്ടന്റെ നല്ല പാതി. അവളുടെ കാര്യങ്ങൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ, അല്ലാതെ ഒരാത്മാവായ എനിക്കല്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട, ശ്രീ പറഞ്ഞു. കേൾക്കണം, കേട്ടേ മതിയാവൂ. ശ്രീയേട്ടാ, ഞാനൊരാത്മാവാണ്. ശ്രീയേട്ടനോട് ഇങ്ങനെ സംസാരിക്കാനല്ലാതെ എനിക്ക് ശ്രീയേട്ടന്റെ ഓരോ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരാനാവില്ല. അങ്ങനെയല്ല രാധിക. ശ്രീയേട്ടൻ അവളെ സ്നേഹിച്ചേ പറ്റൂ. സത്യമായിട്ടത് ഓർമ്മയുണ്ടോ എന്റെ പേരിൽ? അവളെ മാത്രമേ സ്നേഹിക്കൂന്ന് ഓർമ്മയുണ്ടായാൽ മതി. സ്നേഹം അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നണ്ടേ? പറ്റും. ഒഴിഞ്ഞു മാറിയ എന്നിൽ സ്നേഹം അടിച്ചേൽപ്പിച്ചില്ലേ ശ്രീയേട്ടൻ? ഓർമ്മയുണ്ടോ? മതി ഗൗരി, നീയും കൂടി എന്നെ കുറ്റപ്പെടുത്തല്ല. ഡോക്ടറല്ലേ ശ്രീയേട്ടൻ? ഒന്ന് ചിന്തിച്ചു നോക്ക്. വെറും ഒരു ആത്മാവായ എന്നെ എത്ര കാലം രാധികയെ മറന്നുകൊണ്ട് ശ്രീയേട്ടൻ സ്നേഹിക്കും? പതിയെ ശ്രീയേട്ടൻ പോലും എന്നെ വെറുത്തു തുടങ്ങും. അതിന് നിൽക്കാതെ എന്റെ ഈ ആഗ്രഹം നടത്തി തന്നൂടെ? ആ പാവത്തിനെ വേദനിപ്പിക്കാതെ സ്നേഹിച്ചൂടെ? എനിക്ക് വേണ്ടി. ശ്രീയേട്ടന്റെ ഭാര്യയാവേണ്ടത് രാധികയാണ്. ശരി ഗൗരി, ഞാൻ സമ്മതിച്ചു. എനിക്ക് കുറച്ച് സ്വസ്ഥത. ശ്രീ റൂമിലേക്ക് വരുമ്പോൾ രാധിക ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. രാധികേ,
ശ്രീ രാധികയുടെ തോളിൽ കൈവച്ചു. രാധിക ശ്രീയെ നോക്കിയില്ല. രാധു, ശ്രീ വിളിച്ചു. രാധിക ശ്രീയുടെ കൈ തട്ടിമാറ്റി എഴുന്നേറ്റ് കട്ടിലിൽ പോയിരുന്നു. രാധികേ, ശ്രീ വിളിച്ചു. എനിക്ക് വിശക്കുന്നു, ചോറെടുത്തതാ. താഴെ എല്ലാവരും ഉണ്ട്, കഴിച്ചോളൂ, രാധിക പറഞ്ഞു. അവരല്ലല്ലോ എനിക്ക് എടുത്തു തരേണ്ടത്, നീയല്ലേ, ശ്രീ പറഞ്ഞു. ഞാനല്ല, ഗൗരി. ഗൗരി എടുത്തു തരും, രാധിക പറഞ്ഞു. വേണ്ട രാധികേ, ഗൗരിയെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട. എനിക്കത് ഇഷ്ടമല്ല. നീ താഴേക്ക് വന്നേ. ശ്രീ രാധികയുടെ കൈ പിടിച്ചു. എന്നെ തൊടണ്ട, രാധിക കൈവലിച്ചു. നിങ്ങൾക്കെന്നെ തൊടാനുള്ള അവകാശമില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ഞാനില്ല. ഉള്ളത് ഗൗരി മാത്രമാ. എന്തിനാ എന്നെ ഇങ്ങനൊരു വേഷം കെട്ടിച്ചേ? ഒന്നും വേണ്ടെന്ന് വെച്ച് നടന്ന എന്നെ എന്തിനാ സത്യം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിയത്? നീയൊന്ന് നിർത്തോ? കുറച്ച് സ്വസ്ഥത താ. അതെ, ഞാൻ മിണ്ടുന്നില്ല. സ്വസ്ഥത തരാം. പക്ഷേ എന്റെ മനസ്സ് നിങ്ങളെന്താ കാണാത്തെ? എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഒരുപാട് ആഗ്രഹമായിട്ടാ ഞാനും ഒരു ഭാര്യയായത്. ഇന്നലെ എന്നെ അവഗണിച്ചപ്പോ ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേ മനസ്സിൽ ഇപ്പോഴും ഗൗരിയാണ്. ഞാനല്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ രാധികേ? ശരി, ഇല്ല. രാധിക ശ്രീയുടെ കൈയെടുത്ത് തലയിൽ വെച്ചു. സത്യമിട്, ഞാൻ മാത്രമേ മനസ്സിലുള്ളൂന്ന്. ശ്രീ ഒന്നും മിണ്ടിയില്ല. ഇല്ല, നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊരു സാഡിസ്റ്റാണ്. ഗൗരിയെ പിടിച്ച് സത്യം ഇട്ടതുപോലും പാലിക്കാൻ നിങ്ങളെക്കൊണ്ടാവില്ല. ഞാനൊരു മണ്ടി. നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു, മരിക്കാൻ വരെ നോക്കി. എന്നിട്ടും നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സത്യം പറയേ, നിങ്ങൾക്കെന്നോട് സ്നേഹമുണ്ടോ? നിന്നെ എനിക്കിഷ്ടവാ, പക്ഷേ അതിന് നീ വിചാരിക്കുന്ന അർത്ഥം ഞാൻ കൊടുത്തിട്ടില്ല. എനിക്കൊരു പെണ്ണിനെ വേണം എന്റെ കൂടെ ജീവിക്കാൻ. അതുമാത്രമാണ് നീ. ശ്രീയേട്ടാ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ എന്നെ പറ്റിച്ചേ? രാധിക പറഞ്ഞു. നീയല്ലേ എന്റെ പിന്നാലെ നടന്നത്. നിനക്കിഷ്ടം എന്റെ ഒപ്പം ജീവിക്കാനല്ലേ? ജീവിക്ക്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. വേണ്ട, ഒന്നും പറയണ്ട. ഞാനായിട്ട് സെലക്ട് ചെയ്ത ലൈഫ് ഞാൻ തന്നെ ജീവിച്ചു തീർത്തോളാം. ആരോടും പരാതി പറയാൻ എനിക്കാവില്ല. വെറുപ്പാ എനിക്ക് നിങ്ങളെ, വെറുപ്പ്. എന്റെ ജീവിതം നശിപ്പിച്ചു നിങ്ങൾ. രാധിക കണ്ണു തുടച്ച് താഴേക്ക് പോയി. പിന്നാലെ ശ്രീയും. ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോഴോ കഴിക്കുമ്പോഴോ രാധിക ശ്രീയെ നോക്കിയില്ല. രാധിക കിടക്കാനായി റൂമിലേക്ക് പോയി. ശ്രീ മുറ്റത്തിരുന്നു. അമ്മേ! രാധിക നിലവിളിച്ചു. എന്താ അത്? സഹദേവൻ അകത്തളത്തിലേക്ക് ഓടി വന്നു. എന്താ ഒരു ശബ്ദം കേട്ടത്? രാജൻ ചോദിച്ചു. ശ്രീ അകത്തേക്ക് ഓടി വന്നു. അമ്മേ! വീണ്ടും നിലവിളി ഉയർന്നു. രാധുമോളുടെ കരച്ചിലാണല്ലോ. ശ്രീ കോണിപ്പടികൾ ഓടിക്കയറി. വാതിൽ തള്ളി തുറന്നപ്പോഴാണ് കട്ടിലിൽ മലർന്നു കിടക്കുന്ന രാധികയുടെ മേലെ ആ കറുത്ത രൂപത്തെ ശ്രീ കണ്ടത്. എന്താ മോനെ? സഹദേവൻ കോണിപ്പടി കയറി വരുന്നത് കണ്ട ശ്രീ റൂമിലേക്ക് കടന്ന് വാതിൽ അടച്ചുപൂട്ടി. ആ രൂപം ശാരീരികമായി രാധികയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ശ്രീക്ക് മനസ്സിലായി. ശ്രീയുടെ തല പെരുത്തു കയറി. ശ്രീ കൈകൾ കൊണ്ട് തല വട്ടം പിടിച്ചു. വേദന കൊണ്ട് ശ്രീ കണ്ണുകൾ അടച്ചു. ശ്രീയുടെ ഉള്ളിൽ കാവിന്റെയും മറ്റും ചിത്രങ്ങൾ മിന്നിമറഞ്ഞു. ശ്രീ കണ്ണുകൾ തുറന്നു. ചുവന്നു കലങ്ങിയ കണ്ണിൽ രാധികയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന രൂപം തെളിഞ്ഞു. ശ്രീ കാലുയർത്തി ആ രൂപത്തെ ചവിട്ടി. ചവിട്ടേറ്റ് ആ രൂപം തെറിച്ചു വീണു. ശ്രീ രാധികയുടെ നെറ്റിയിൽ കൈവച്ചതും രാധിക കണ്ണുകൾ അടച്ചു കിടന്നു. ആ രൂപം ശ്രീക്ക് നേരെ എഴുന്നേറ്റ് നിന്നു. വൈശാഖ! ആ രൂപം അലറി. നീലിമ എന്റെയാ, അവളെ ഞാൻ സ്വന്തമാക്കും. ഇല്ല മഹേന്ദ്ര, നീലിമ എന്റെ ഭാര്യയാ, എന്റേത് മാത്രം. വൈശാഖനെ ഇല്ലാതാക്കിയാലേ നിനക്ക് നീലിമയെ കിട്ടൂ. നിന്നെ ഇല്ലാതാക്കിയിട്ടായാലും ഞാൻ നീലിമയെ കിട്ടും. ആ രൂപം ശ്രീക്ക് നേരെ അടുത്തു. ശ്രീ കൈ ഉയർത്തി ആ രൂപത്തിന്റെ കഴുത്തിൽ പിടിച്ചു. നീലിമയെ നിനക്ക് കാണാൻ പോലും കിട്ടില്ല മഹേന്ദ്ര. എന്നിട്ടല്ലേ സ്വന്തമാക്കുന്നത്. വൈശാഖൻ ആ രൂപത്തെ വലിച്ചെറിഞ്ഞു. ജനലിന്റെ വിടവിലൂടെ അത് തെറിച്ചുപോയി. ശ്രീകുട്ടാ, വാതിൽ തുറക്ക്! സഹദേവൻ വാതിലിൽ തട്ടി വിളിച്ചു. ശ്രീക്ക് വീണ്ടും തലപെരുത്തു വന്നു.
വൈശാഖനിൽ നിന്ന് ശ്രീയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ശ്രീ കണ്ണു തുറന്നപ്പോൾ രാധിക കിടക്കുന്നത് കണ്ടു. രാധികയുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞുകിടന്നിരുന്നു. ശ്രീ പുതപ്പെടുത്ത് രാധികയെ പുതച്ചു. ശ്രീ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. എന്താ? എന്തിനാ രാധിക നിലവിളിച്ചേ? ശ്രീജ ചോദിച്ചു. അതൊന്നും ഇല്ലമ്മേ, എന്തോ സ്വപ്നം കണ്ടതാ. അവൾ ഉറങ്ങി. നിങ്ങൾ ചെന്ന് കിടന്നു. ശ്രീ വാതിലടച്ചു. ശ്രീ മുഖം തുടച്ചു. ആ രൂപം എവിടെ പോയി? ശ്രീ റൂമിൽ എല്ലായിടത്തും നോക്കി. തുറന്നു കിടന്നിരുന്ന ജനലുകൾ ശ്രീ അടച്ചിട്ടു. ശ്രീക്ക് ഭയം തോന്നി. അതെന്താ ആ രൂപം? ഇടയ്ക്ക് കാണുന്നുണ്ട്. ശ്രീ മുഖത്തെ വിയർപ്പ് തുള്ളികൾ തുടച്ചു. അതാരാ? ശ്രീ രാധികയെ നോക്കി. രാധിക കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു. ശ്രീ റൂമിലുണ്ടായിരുന്ന വെള്ളമെടുത്തു കുടിച്ചു. രാധികേ ശ്രീ വിളിച്ചു. രാധിക കണ്ണുകൾ തുറന്നില്ല. ശ്രീ വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിച്ചതും രാധിക കണ്ണു തുറന്നു. രാധിക എഴുന്നേറ്റതും തന്റെ സാരി അഴിഞ്ഞു കിടക്കുകയാണെന്ന് രാധികയ്ക്ക് മനസ്സിലായി. രാധിക പുതപ്പുകൊണ്ട് ശരീരം മറച്ചു. രാധികയ്ക്ക് തന്നെ ആരോ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് ഓർമ്മ വന്നു. രാധിക ശ്രീയെ നോക്കി. രാധു. ശ്രീ രാധികയുടെ തോളിൽ കൈവച്ചു. തൊടരുതെന്നെ. ഛേ, നിങ്ങളൊരു ഡോക്ടറല്ലേ? നിങ്ങൾക്ക് സുഖത്തിനു വേണ്ടി ഒരു ശരീരം മാത്രമാണല്ലേ ഞാൻ. ഛേ, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനൊരു നീചനാകാൻ കഴിയുന്നു? എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി നിങ്ങൾക്ക് എങ്ങനെ എന്നെ? രാധികയുടെ മനസ്സിൽ ശ്രീയോടുള്ള വെറുപ്പ് കൂടി വന്നു. വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ്? ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ശ്രീ ദേഷ്യപ്പെട്ടു. ഇനി ഞാനത് പറയണോ? നിങ്ങളും കാശിയേട്ടനും ഒരേപോലെയാ. കാശിയേട്ടൻ എന്നെ നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി. ഛേ, വെറുതെ അല്ല ഗൗരി മരിച്ചത്. അവളോട് നിങ്ങളിങ്ങനെ ചെയ്തു കാണും. എടീ! ശ്രീ രാധികയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. തന്തയില്ലാത്തരം പറയരുത്. ഞാൻ എന്തും കേട്ടു നിൽക്കുമെന്ന് നീ കരുതിയോ? അതേടി, ഞാൻ നിന്നെ നശിപ്പിച്ചു. നീ എന്റെ ഭാര്യയല്ലേ? എനിക്കതിനുള്ള അവകാശമുണ്ട്. നീ പോയി എവിടെയാന്ന് വെച്ചാ കൊണ്ടുപോയി കേസ് കൊടുക്ക്. ശ്രീ രാധികയെ തള്ളിയിട്ടു. എന്റെ ഗൗരിയുടെ ഔദാര്യമാണ് നിനക്ക് എന്റെ ഒപ്പമുള്ള ജീവിതം. അവള് പറഞ്ഞതുകൊണ്ട് മാത്രാ നിന്നെ കെട്ടിയത്, സ്നേഹിക്കുന്നതും. രാധിക നിലത്തിരുന്ന് കരഞ്ഞു. ശ്രീ രാധികയെ നോക്കി. എനിക്കാരുടെ ഔദാര്യം വേണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോക്കോളാം. പോവില്ല. നീ ഇവിടുന്ന് എപ്പോ നിന്റെ വീട്ടിൽ പോകണമെന്നും എത്ര നാൾ അവിടെ നിൽക്കണമെന്നും ഞാൻ തീരുമാനിക്കും. കാരണം നിന്നെ വിവാഹം കഴിക്കാമെന്നതും നോക്കിക്കൊള്ളാമെന്നതും ഞാൻ എന്റെ ഗൗരിക്ക് കൊടുത്ത വാക്കാണ്. അതേപോലെ എന്നെ മാത്രം സ്നേഹിക്കുന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. അതെന്താ പാലിക്കാത്തത്? പാലിക്കുന്നില്ല എന്ന് നീ പറയുന്നതല്ലേ? എന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെട്ട് ജീവിച്ചാ നിനക്ക് മനസ്സിലാകും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോന്ന്. ഒന്ന് ഞാൻ പറയാം. ഈ റൂമിൽ ഞാൻ നിധി പോലെ കാത്തുവെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അവ തൊട്ടുപോകരുത്. പിന്നെ എന്റെ ഗൗരിയെ മോശമായി പറയരുത്. ഇത് രണ്ടും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്നല്ല, ഞാൻ സഹിക്കില്ല. ചെയ്യുന്നവരെ എനിക്ക് വെറുപ്പുമാണ്. മനസ്സിലായല്ലോ? ഇത് രണ്ടും നീ ചെയ്യാതിരുന്നാൽ ഞാൻ നിനക്ക് നല്ലൊരു ഭർത്താവായിരിക്കും. എന്തിനാ എന്റെ മനസ്സ് കാണാത്തൊരു ഭർത്താവ് എനിക്ക്? വേണ്ട. വേണ്ടെങ്കി വേണ്ട. എനിക്ക് നീ എന്നെ ഭർത്താവായി കാണണമെന്നൊന്നുമില്ല. പക്ഷേ നീ ഇവിടെ ജീവിക്കും. അമ്മേ. രാധിക അടുക്കളയിലേക്ക് ചെന്നു. മോളെന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? കുറച്ചുകൂടി ഉറങ്ങാമായിരുന്നില്ലേ? നേരത്തെ എഴുന്നേറ്റ് ഇവിടെ ഒരു പണിയും ചെയ്യാനില്ല മോൾക്ക്. അതിനൊക്കെ ഒരുപാട് പണിക്കാറുണ്ട്. ശ്രീജ പറഞ്ഞു. ലച്ചു എവിടെ അമ്മേ? ഒന്ന് അമ്പലത്തിൽ പോകാനായിരുന്നു. ആ, നല്ല കഥ. അവൾ എഴുന്നേറ്റിട്ട് മോൾ അമ്പലത്തിൽ പോയത് തന്നെ. ശ്രീ എഴുന്നേറ്റില്ലേ? ഭാനുമതി ചോദിച്ചു. ഇല്ലപ്പേ, ഉറക്കവാ. ഞാൻ ഇന്നു മുതൽ കോളേജിൽ പോയിക്കോട്ടെ? കുറേ ക്ലാസ്സായി മിസ്സാവുന്നു. ശ്രീയോട് ചോദിക്കുമോളെ അതെല്ലാം. പഠിപ്പ് കളഞ്ഞ് ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് സമ്മതമാ. ശ്രീജ പറഞ്ഞു. ശരി അമ്മേ, ശ്രീയേട്ടൻ സമ്മതിച്ചാ ഞാൻ ഇന്ന് തന്നെ പോയിക്കോട്ടെ? ഇന്ന് പോകണ്ട മോളെ. ഇന്ന് മോളുടെ വീട്ടിൽ നിന്ന് എല്ലാരും വരുന്നതല്ലേ. നാളെ മുതൽ പോകാം. മോളീ ചായ കൊണ്ടുപോയി ശ്രീക്ക് കൊടുക്ക്. എന്നിട്ട് രണ്ടാളും കൂടി അമ്പലത്തിൽ പോയി വാ. ശ്രീജ പറഞ്ഞു.
രാധിക റൂമിൽ ചെല്ലുമ്പോൾ ശ്രീ ബാത്റൂമിലായിരുന്നു. കുളിക്കാണോ? രാധിക ചോദിച്ചു. അമ്മ പറഞ്ഞു അമ്പലത്തിൽ പോകണമെന്ന്. ആ, ശ്രീ ബാത്റൂമിൽ നിന്ന് പറഞ്ഞു. രാധിക അലമാരയിൽ നിന്ന് സെറ്റ് സാരിയും ശ്രീക്കുള്ള മുണ്ട് ഷർട്ടും എടുത്തു വെച്ചു. ശ്രീ കുളിക്കുന്നതുകൊണ്ട് രാധിക റൂമിൽ നിന്ന് സാരി ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ ബാത്റൂമിൽ നിന്ന് വന്നത്. ശ്രീയെ കണ്ടതും രാധിക സാരി വലിച്ചു ചുറ്റി. ശ്രീ രാധികയെ ശ്രദ്ധിക്കാതെ ഷർട്ടും മുണ്ടും എടുത്തുകൊണ്ടുപോയി. രാധിക സാരി ചുറ്റി താഴേക്ക് ചെല്ലുമ്പോൾ ശ്രീ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പോവാം, ശ്രീ പറഞ്ഞു. ശ്രീ ബുള്ളറ്റിൽ കയറി. കാറിൽ പോയാ മതി, രാധിക പറഞ്ഞു. അതെന്താ ബുള്ളറ്റിൽ പോയാ? നീ ആദ്യമായിട്ടാണോ എൻ്റെ ഒപ്പം ബുള്ളറ്റിൽ കയറുന്നത്? അന്ന് കയറിയത് എന്നെ സ്നേഹിച്ചിരുന്നപ്പോഴല്ലേ? അല്ല, അങ്ങനെ അഭിനയിച്ചപ്പോഴല്ലേ? കാറിൽ പോകാം, രാധിക പറഞ്ഞു. നീ കാലത്ത് തന്നെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട രാധികെ. കാറിൽ പോകാം, എന്നാലേ ഞാനുള്ളൂ. രാധിക വാശി പിടിച്ചു നിന്നു. നീ കാറിൽ പോര്. ഇവിടെ വന്നാൽ എൻ്റെ സാരഥി ഇവനാ. നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. ശ്രീ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. രാധിക മനസ്സില്ലാ മനസ്സോടെ ബുള്ളറ്റിൽ കയറി. ശ്രീയിൽ നിന്ന് അകലം പാലിച്ചിരുന്നു. എൻ്റെ ഭഗവതി, ഈ നടയിൽ വന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതല്ലേ ശ്രീയേട്ടൻ എൻ്റേത് മാത്രമാകണമെന്ന്. ഇപ്പോ എൻ്റെ ആരുമല്ല. ഓരോ നിമിഷവും എനിക്ക് ശ്രീയേട്ടനോട് വെറുപ്പ് തോന്നുക. എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എല്ലാവരും എന്നെ ചതിച്ചു. രാധിക കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. എന്നെക്കൊണ്ട് വയ്യ. എന്താ എനിക്ക് പറ്റിയത്? രാധികയെ എനിക്കിഷ്ടമാ. പക്ഷേ അവൾ എന്താ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഗൗരിയെ പറഞ്ഞാ എനിക്ക് ദേഷ്യം വരും. അവൾക്കതറിയാം. എന്നിട്ടും ശ്രീ കോവിലിലേക്ക് നോക്കി ഓരോന്നാലോചിച്ച് നിന്നു. എന്തിനാ ഇത്രയധികം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്? കുഞ്ഞുലക്ഷ്മി അമ്മ വലിയയിടത്തു നിന്ന് വന്നവരോട് പറഞ്ഞു. കുറവാന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്, സുമലത പറഞ്ഞു. അല്ല, രാധവും ശ്രീയും എവിടെ? നിങ്ങളിരിക്കെ, ഞാൻ വിളിക്കാം, ശ്രീജ പറഞ്ഞു. മോളെ രാധു, ശ്രീകുട്ടാ, ശ്രീജ വിളിച്ചു. അമ്മ, അച്ഛാ. രാധിക പടികൾ ഇറങ്ങി വന്നു. പിന്നാലെ ശ്രീയും. മോളെ, സുഖല്ലേ നിനക്ക്? ജയ രാധികയെ കെട്ടിപ്പിടിച്ചു. സുഖം അമ്മേ, രാധിക പറഞ്ഞു. സുഖമല്ലേ മോനെ? രഘു ചോദിച്ചു. ആ അച്ഛാ. മുത്തശ്ശൻ എങ്ങനെയുണ്ട്? കുറവുണ്ട് മോനെ, ശങ്കരൻ പറഞ്ഞു. അരുണും സച്ചിയും എവിടെ? കാശി ചോദിച്ചു. അവർ രണ്ടാളും അരുണിന്റെ വീട് വരെ പോയിരിക്കുക. ഇന്ന് വൈകിട്ടേ എത്തുള്ളൂ, രാജൻ പറഞ്ഞു. അപ്പോഴേക്കും ചായയും പലഹാരങ്ങളും എത്തി. ശങ്കരൻ ചുവരിലിരിക്കുന്ന വൈശാഖന്റെ ഫോട്ടോയിലേക്ക് നോക്കി. എന്റെ പെങ്ങളെ കൊന്നവൻ. നോക്കിക്കോ വൈശാഖ, നിന്റെ ഈ മന നശിപ്പിക്കും ഞാൻ. ഇതിന്റെ അസ്ഥിവാരം ഇളക്കും ഞാൻ. ശങ്കരൻ ചിന്തിച്ചിരുന്നു. ഇനിയിപ്പോ എന്നാ മക്കൾ 2 ദിവസം അവിടെ നിൽക്കാൻ വരുന്നത്? സത്യൻ ചോദിച്ചു. നാളെ അങ്ങോട്ട് പറഞ്ഞയക്കാമെന്ന് കരുതിയിരിക്കുക, സഹദേവൻ പറഞ്ഞു. നാളെ മുതൽ ക്ലാസ്സിന് പോകണമെന്നാ രാധുമോൾ പറയുന്നേ. അപ്പോ വൈകിട്ട് മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കാം. സുമലത സഹദേവനെ നോക്കി ചിരിച്ചു. സഹദേവൻ തല താഴ്ത്തിയിരുന്നു. അപ്പേ വാ, വീടൊക്കെ കാണിച്ചു തരാം, രാധു സുമലതയെ വിളിച്ചു. മോനിനി ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടോ? സത്യൻ ചോദിച്ചു. ഇല്ല, അച്ഛൻ പറയുന്നത് ഒരു ഹോസ്പിറ്റൽ തുറക്കാമെന്നാ. ഞാനും അരുണും ഉണ്ടല്ലോ, പിന്നെ സച്ചിയും ഉണ്ടല്ലോ. സച്ചിയുടെ മാരേജ് കഴിഞ്ഞാൽ ബാലയും കൂടി ആയാൽ ഹോസ്പിറ്റൽ നോക്കിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ രാധുവിന് HR പോസ്റ്റും കൂടി ആയാൽ എല്ലാം ഓക്കെയായി, ശ്രീ പറഞ്ഞു. അല്ല, അപ്പോൾ സ്ഥലം വാങ്ങണ്ടേ ഹോസ്പിറ്റൽ പണിയാൻ? രഘു ചോദിച്ചു. അല്ല, സിറ്റിയിൽ ഒരു ഹോസ്പിറ്റൽ അടഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, ബേബി ആൻഡ് മദർ. അത് വാങ്ങിയാലോന്ന് ഒരു ചിന്തയുണ്ട്. അച്ഛൻ അതിന്റെ ഓണറായി സംസാരിച്ചു. വാങ്ങാനുള്ള പരിപാടി നോക്കണം. അതെന്തായാലും നന്നായി, ദൂരേക്കൊന്നും പോകണ്ടല്ലോ, ശങ്കരൻ പറഞ്ഞു. മോളെ രാധു, നീ ഇവിടെ ഹാപ്പിയല്ലേ? എല്ലാവരും എങ്ങനെയാ നിന്നോട്? സുമലത ചോദിച്ചു. എല്ലാവർക്കും എന്നോട് നല്ല ഇഷ്ടാപ്പേ, എല്ലാവർക്കും.
രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ മോളെ, എന്തിനാ കണ്ണു നിറഞ്ഞത്? അപ്പയുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? ഒന്നുമില്ല അപ്പേ. ഇല്ല, എന്തോ ഉണ്ട്. പറയ് മോളെ. അപ്പയോടല്ലേ? ശ്രീയേട്ടൻ എന്നോട് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഇടയ്ക്ക് ചീത്ത പറയൂ എന്നെ. എന്തോ ഒരകൽച്ചയുള്ള പോലെ. രാധിക അവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞു. അതുമോളെ, അതത്ര കാര്യാക്കാനൊന്നുമില്ല. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പെട്ടെന്നുണ്ടായ കല്യാണമല്ലേ. പരസ്പരം മനസ്സിലാക്കാൻ ഇത്തിരി സമയമെടുക്കും. അതോർത്ത് മോള് വിഷമിക്കണ്ട. ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീനാഥ് നല്ലയാളാ. എല്ലാം ശരിയാവും അല്ലേ? രാധികേ. റൂമിലിരുന്നിരുന്ന രാധികയെ ശ്രീ വിളിച്ചു. നീ നടക്കാനുണ്ടോ? ഇവിടെയുള്ള കാവൊന്നും കണ്ടിട്ടില്ലല്ലോ. വരാം. രാധിക ശ്രീക്കൊപ്പം ചെന്നു. എങ്ങോട്ടാ ശ്രീകുട്ടാ ഈ സന്ധ്യാനേരത്ത്? ഭാനുമതി ചോദിച്ചു. ഒന്ന് പുറത്തേക്കാപ്പേ. കാവിന്റെ അവിടെയൊക്കെ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ഇരുട്ടുന്നതിന് മുൻപിങ്ങി വരണേ. രാധിക ശ്രീയുടെ പുറകെ ചെന്നു. ഇതാണ് രക്ഷസനെ കുടിയിരുത്തിയിരിക്കുന്ന കാവ്. ശ്രീ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. രാധിക കാവിലേക്ക് നോക്കി കണ്ണുകൾ അടച്ച് കൈകൂപ്പി. രാധികയുടെ മനസ്സിൽ കൂടെ ഓരോ ചിത്രങ്ങൾ മിന്നിമാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. മുട്ടോളം മുടിയുള്ളൊരു പെണ്ണ് കാവിൽ വിളക്കുവെക്കാൻ വരുന്നത്, അവളുടെ പിന്നാലെ വന്ന നിഴൽ അവളുടെ വായ് പൊത്തിക്കൊണ്ട് ഇരുട്ടിലേക്ക് മറയുന്നത്. രാധിക കണ്ണു തുറന്ന് ചുറ്റും നോക്കി. എന്തേ? ശ്രീ ചോദിച്ചു. ഒന്നുമില്ല. ഇനി നാഗക്കാവിലേക്ക് പോകാം. ശ്രീ നടന്നു. ചെറുതായി ഇരുട്ടു വീണു തുടങ്ങിയിരുന്നു. രാധിക ചുറ്റും നോക്കി. ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന മരങ്ങൾ, അവയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന പടർപ്പുകൾ, ഭൂമി നിറയെ പടർന്നു പിടിച്ചിരിക്കുന്ന വേരുകൾ. പകൽ പോലും വെളിച്ചം ഭൂമിയിൽ തൊടില്ലെന്ന് രാധികയ്ക്ക് തോന്നി. സൂക്ഷിച്ച്, വേരുണ്ട് എന്ന് പറഞ്ഞതും രാധിക വേരിൽ തട്ടി ശ്രീയുടെ മേലേക്ക് വീണു. ശ്രീയുടെ തലയും രാധികയുടെ തലയും കൂട്ടിയിടിച്ചു. എന്റെ അമ്മേ, ശ്രീ പറഞ്ഞു. സോറി, കാലു വേരിൽ തട്ടിയതാ. രാധിക നേരെ നിന്നു. ഇതാണ് നാഗക്കാവ്, ശ്രീ പറഞ്ഞു. രാധിക കൈകൾ കൂപ്പി നിന്നു. ശ്രീയും. നാഗത്തറയിലേക്ക് ഒരു സർപ്പം ഇഴഞ്ഞു വന്നു. രാധിക പേടിച്ച് ശ്രീയുടെ അടുത്തേക്ക് നിന്നു. പേടിക്കണ്ട, അതൊന്നും ചെയ്യില്ല. നമ്മളെ കാണാൻ വന്നതാ, ശ്രീ പറഞ്ഞു. രാധിക ആ നാഗത്തെ നോക്കി. അത് അവരെ വണങ്ങി ഇഴഞ്ഞുപോയി. അതെന്താ നമ്മളെ വണങ്ങിയേ? രാധിക ചോദിച്ചു. അത് ഞാൻ ആയില്യനാളുകാരനായതുകൊണ്ടാ, ശ്രീ പറഞ്ഞു. അതെന്താ ശ്രീയേട്ടാ? രാധിക ചൂണ്ടിക്കാണിച്ചു. അത് പഴയ കാവാണ്, രക്ഷസിന്റെ. അവിടുന്ന് ഇങ്ങോട്ട് ആവാഹിച്ചു മാറ്റിയതാ, ശ്രീ പറഞ്ഞു. രാധിക അവിടേക്ക് നോക്കിയപ്പോൾ എന്തോ ചുവന്നു മിന്നുന്നത് കണ്ടു. അന്നേരമാണ് ശ്രീയുടെ ഫോൺ റിങ് ചെയ്തത്. 1 മിനിറ്റ്. ശ്രീ ഫോണുമായി മാറി നിന്നു. രാധിക വീണ്ടും കാവിലേക്ക് നോക്കി. അവിടെ ഉണ്ടായിരുന്ന ചിരാത് മിന്നിക്കത്തി. രാധിക അത്ഭുതത്തോടെ നോക്കി. രാധിക ശ്രീയെ നോക്കിയപ്പോൾ ശ്രീ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. രാധിക വീണ്ടും കാവിലേക്ക് നോക്കിയപ്പോൾ എന്തോ ചുവന്ന നിറത്തിൽ മിന്നിത്തിളങ്ങി. രാധിക അതെന്തെന്നറിയാൻ അവിടേക്ക് ചെന്നു. കാറ്റ് മെല്ലെ വീശി തുടങ്ങി. രാധിക അത് ശ്രദ്ധിച്ചില്ല. രാധിക നടന്ന് കാവിന്റെ അടുത്തേക്കെത്തിയതും ഒരു പെണ്ണിന്റെ രൂപം മിന്നിമാഞ്ഞു. രാധിക നോക്കി. രാധിക കാവിലേക്ക് കടന്നതും കാറ്റാഞ്ഞു വീശി. രാധിക കാറ്റിൽ വീഴാൻ പോയി. വീണ്ടും ഒരു പെണ്ണിന്റെ രൂപം കാറ്റിൽ മിന്നിത്തെളിഞ്ഞു. രാധിക കാറ്റിലൊരു കരച്ചിൽ കേട്ടു. രാധു, ശ്രീ വിളിച്ചു. ഇരുട്ടിൽ ശ്രീ രാധികയെ അന്വേഷിച്ചു നടന്നു. രാധു. കാറ്റ് ശ്രീയെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടുവന്നു. ദൈവമേ, ഈ പെണ്ണിതെവിടെ? രാധു, രാധു, രാധു.